ഇത്രയും പ്രസ് മീറ്റ് അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു അനുഭവം ചോദിച്ച ചോദ്യത്തിന് തീർക്കാൻ വേണ്ടി ആദ്യം വേണ്ടി ഒന്നുമല്ല. ഈ പൊതുവെ മലയാളത്തിൽ വരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ വളരെ ഫീൽ ഗുഡും സ്വീറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. തമിഴിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഭയങ്കര റഫ് ആൻഡ് ടഫും സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും. അപ്പൊ ഇതൊന്നും അല്ലാതെ എനിക്ക് ഹ്യൂമർ ഭയങ്കര ഇഷ്ടമാണ്. ബേസിക്കലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോണറിൽ ഒന്നാണ് ഹ്യൂമർ. ലവ് സ്റ്റോറി ഒക്കെ പോലെ തന്നെ ഹ്യൂമർ. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം കിട്ടി കഴിഞ്ഞാൽ ഐ എം വെരി ഹാപ്പി. അപ്പൊ അപ്പോഴാണ് ബിപിൻ ഈ ക്യാരക്ടറുമായിട്ട് വരുന്നത്. സോ വളരെ എൻജോയ് ചെയ്തിട്ടും പടം ചെയ്യുമ്പോഴും ആക്ട് ചെയ്യുമ്പോഴും ശരി, പടം കാണുമ്പോഴും തിയേറ്ററിൽ പിന്നെ ജനങ്ങളുടെ റെസ്പോൺസ് കാണുമ്പോഴും വെരി ഹാപ്പി. വളരെ സന്തോഷം. രാജീവ് നമ്പ്യാർ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിൽ ഒന്നാണ്. ശരി, താങ്ക് യു. ഈ കൂട്ടത്തിലെ ഏറ്റവും സീനിയർ എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ ഇപ്പൊ ഏറ്റവും സീനിയർ എന്ന് പറയുന്നത് എന്തായാലും നായകനായിട്ട് വരുന്നത്. അപ്പൊ റംസാന്റെ അഡ്വൈസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നു? ഞാനോ? റംസാൻ ഒന്നാമത് ഇതിന് മുമ്പ് തന്നെ 2-3 സിനിമകൾ ചെയ്തു. മെയിൻ ലീഡായിട്ട് ഇപ്പോഴും സിനിമയാണ്. റംസാന്റെ പാർട്ട് വളരെ മനോഹരമായി ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും തന്നെ. സോ റംസാന്റെ അടുത്ത് സത്യം പറഞ്ഞാൽ പടം കഴിഞ്ഞിട്ട് ഞങ്ങൾ സംസാരിച്ചു. കഴിഞ്ഞ 2 ദിവസത്തിൽ റംസാൻ ചോദിച്ചു ഒന്നും പറയാനില്ല. കാരണം എന്തെങ്കിലും ഒന്ന് സജഷൻ പറഞ്ഞെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് പോരാന്ന് തോന്നണ്ട. അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ മനോഹരമായി ചെയ്തു റംസാനും. പിന്നെ ഓഫ്കോഴ്സ് റംസാനെ ഡയറക്ട് ചെയ്ത ഡയറക്ടറും പിന്നെ ഇതിലെ ആക്ടിങ്ങിന്റെ ക്യാരക്ടറും. സോ റംസാൻ വാസ് വെരി ഗുഡ്. ഞാൻ എനിക്ക് തോന്നുന്നു അവസാനം കാസ്റ്റ് ചെയ്ത ക്യാരക്ടേഴ്സിൽ ഒരാളായിരിക്കും ഞാൻ ഈ സിനിമയിൽ. സോ ഈ സിനിമയുടെ ആദ്യത്തെ 2-3 ദിവസത്തെ ഷൂട്ടിന്റെ സമയത്താണ് ഞാൻ ഈ കഥ കേൾക്കുന്നതും ഈ സിനിമയിലേക്ക് ഉണ്ടാവുന്നതും. സോ ബേസിക്കലി ഞാൻ ഈ സിനിമയിലൂടെ യെസ് പറയാൻ കാരണം ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ആണ്. ഞാൻ ഈ കഥ കേൾക്കുമ്പോഴേ എനിക്ക് തോന്നിയത് ഇനി ഈ ജോണറിൽ ചിലപ്പോൾ എനിക്ക് പടം ഇറങ്ങി ഒരുപാട് കഴിയണായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനൊരു പടം തന്നെ ഇറങ്ങാൻ ചിലപ്പോൾ കുറച്ച് താമസം എടുക്കും. സോ എനിക്കിത് മിസ് ചെയ്യില്ലാന്ന് തോന്നി. അതുകൂടാതെ നമുക്ക് എന്തുകൊണ്ട് അറിയാം 21 grams എന്നുള്ള ഒരു ബ്യൂട്ടിഫുൾ മൂവിയുടെ ഡയറക്ടറാണ് ഇത് ഡയറക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇതൊരു സേഫ് ഹാൻഡ്സിലാണെന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നു. പിന്നെ ചോദിച്ചത് ഇതൊരു ലീഡ് എനിക്ക് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന രീതി ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സിനിമ കണ്ടവർക്കറിയാം ഇത് എന്നിൽ മാത്രം നിൽക്കുന്ന ഒരു കഥയേ അല്ല. ഇതില് കഥ പറഞ്ഞു പോകുന്നത് എന്നിൽ കൂടെ ആണെങ്കിൽ പോലും ഇത് ബൈജു ചേട്ടന്റെയും ബാബു ചേട്ടന്റെയും നരേൻ ചേട്ടന്റെയും ഇവിടെ ഇരിക്കുന്ന ഹരി തൊട്ട് അപ്പുറത്തേക്ക് ശബരീഷ് ചേട്ടന്റെ ഒരു സിനിമയാണ്. സോ എല്ലാവർക്കും ഈക്വലി ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ കമ്മിറ്റ് ചെയ്തത്. കാരണം എനിക്കറിയാം ആസ് എൻ ആക്ടർ എന്നെ ലീഡ് ചെയ്തൊരു പടത്തിന് ടിക്കറ്റ് എടുക്കാൻ മാത്രം ഒരു പ്രോമിസിങ് ആക്ടർ ഞാൻ ആയിട്ടില്ല എന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ആ ബോധ്യം ഉള്ളിടത്തോളം കാലം ഇപ്പൊ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓഡിയൻസിന്റെ ഇടയിലോട്ട് ഓക്കെ ഹീസ് ഡൂയിങ് വെൽ എന്ന് കേൾക്കാനാണ്. അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാനിത് കമ്മിറ്റ് ചെയ്യാൻ കാരണം ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട്, കൂടാതെ എല്ലാവർക്കും പെർഫോമൻസ് ചെയ്യാൻ ഈക്വൽ സ്പേസ് ഈ സിനിമയിലുണ്ടെന്ന് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ്. ജീവിച്ചേട്ടാ, നമ്മുടെ 21 ഗ്രാംസിലാണെങ്കിലും ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഇതിലാണെങ്കിലും കുറച്ചുകൂടെ ഷെയ്ഡ്, അങ്ങനത്തെ ടൈപ്പ് ഷെയ്ഡുള്ള കഥാപാത്രം എന്തോ വൈരാഗ്യം തീർക്കുന്ന പോലെ അല്ലേ? പക്ഷെ എനിക്ക് ഇഷ്ടമായി. എനിക്കെപ്പോഴും ചിരിച്ച മുഖത്തോടെ നിൽക്കാനാണ് ഇഷ്ടം. അപ്പം നമ്മള് ചാനൽ ഷോസ് ഒക്കെ ചെയ്യുമ്പോഴും എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി, അല്ലെങ്കിൽ എന്റെ മുഖം കാണുമ്പോൾ ആൾക്കാർ ചിരിക്കണം, സന്തോഷിക്കണം, ഒരു നല്ല കഴിവ് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. അപ്പം സിനിമയില് അല്ലെങ്കിൽ ഓരോ സിനിമ ചെയ്യുന്ന സമയത്ത് ഓക്കെ നമുക്ക് ആ ഒരു ബാരിയർ ബ്രേക്ക് എന്ന് പറയുന്നത് ബ്രോ എപ്പോഴും ചിരിച്ച മുഖത്തോടെ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ ഒരു 21 ഗ്രാംസ് ചെയ്തപ്പം നിഖിൽ നാരായണൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ അയ്യോ പിന്നെ ജീവ അങ്ങന്റെ ആളെ കൊല്ലുമെന്ന് ഒരമ്മ ചോദിച്ചായിരുന്നു. അപ്പൊ ഇതില് ജീവ എന്ന് ആരും പറഞ്ഞില്ല, റോണി എന്ന് പറയുന്നത് കേൾക്കുമ്പം തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പം നിഖിൽ നാരായണൻ അത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടായിരിക്കും റോണിയെ തന്നതെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതോ വിടാതെ ലൈക്ക് പറയുക നടന്നുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ബട്ട് സ്റ്റിൽ എന്നെ സംബന്ധിച്ച് ഇപ്പം എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് റോണി എന്ന് പറഞ്ഞ ക്യാരക്ടർ. ഞാനിപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര പോസിറ്റീവ് മൈൻഡ് സെറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. കാര്യം എനിക്ക് റോണി ഇഷ്ടമായി, അത് ജനങ്ങൾക്കും ഇഷ്ടമായി. വളരെ സന്തോഷം.
അടുത്തതിലും ചിലപ്പോൾ ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കും. അതായത് ഞാൻ അടുത്തതിലുണ്ടെന്ന് കേട്ടാ. സെക്കൻഡ് പാർട്ടാണോ ഉദ്ദേശിച്ചത്? സെക്കൻഡ് പാർട്ടാണോ ഉദ്ദേശിച്ചത്? അതിനറിയത്തില്ല, ഡയറക്ടറിന്റെ മനസ്സിൽ അങ്ങനെ ചിന്തകൾ വല്ലതും അറിയത്തില്ല. ഒരു സെക്കൻഡ് പാർട്ട് എത്തിയിട്ട് ആര് കണ്ടു? അഭിമന്യു ഒക്കെ ചെയ്തിരിക്കുന്ന റോള് പുള്ളി അധികം ഉപയോഗിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. കാരണം മാത്രമല്ല നേരമായിട്ട് ഇതിനായിട്ട് വന്നതാണ് ആ ഒരു നെഗറ്റീവ് ഷെയ്ഡിൽ ഉപയോഗിച്ചിട്ടില്ലാന്ന് തോന്നി. പക്ഷെ നെക്സ്റ്റ് പാർട്ടിലേക്കുള്ള ഒരു ലീഡ് പോലെ എൻഡിൽ കൊടുത്ത പോലെ തോന്നി. സോ സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. അല്ല, ഈ പാട്ട് അത്യാവശ്യം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്കൊക്കെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുന്നതിൽ കൗതുകമുള്ള പോലെ തോന്നിയാൽ ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം എന്റെ കഥ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ ഇവിടെ പറയുന്നില്ലെങ്കിലും അതിൽ ക്രിപ്റ്റോ കറൻസി ഇൻവോൾവ് ആണ്. ക്രിപ്റ്റോ കറൻസിയുടെ വാല്യൂ മേ ബി ഇതിനേക്കാളും ഡ്രാസ്റ്റിക്കലി വലിയൊരു എമൗണ്ടിലേക്ക് നാളെ മാറാൻ സാധ്യതയുള്ള സാധനമാണ്. അത് ഹോൾഡ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സാധനമാണ് ഈ സിനിമ. കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അത് എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റുന്ന ഒരു ടെക്നിക്കൽ സാധനം അതിനകത്തുണ്ട്. ഞാൻ വിശദമായി ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് എന്റെ സ്പോയിലേഴ്സ് ആയിപ്പോണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അപ്പം സാധ്യതകൾ ഒരുപാടുണ്ട്. ഇതിനെക്കാട്ടും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സെക്കൻഡ് പാർട്ടിന്. പക്ഷെ ഒരു ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് പാർട്ട് വേണമെന്ന് പ്രേക്ഷകന് തോന്നുന്ന ഒരു ദിവസമേ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കും. ഗൗരി ഇവിടെ കുറച്ചു മുമ്പ് നാരായണൻ ചേട്ടൻ പറഞ്ഞ പോലെ, അതായത് ഇപ്പം മലയാളത്തിൽ വരുന്ന കഥാപാത്രങ്ങൾ ഇപ്പോഴും നോക്കുമ്പോൾ ഒന്നെങ്കിൽ നാടൻ കഥാപാത്രങ്ങളിൽ ഇച്ചിരി കോളേജ് റൊമാൻസ് ടൈപ്പുള്ള കഥാപാത്രങ്ങളൊക്കെ ആയിരിക്കും ഉള്ളത്. പക്ഷെ അതേസമയം തമിഴിലേക്ക് വരുമ്പോൾ എൻ്റെ ഗ്രാഫ് മാറുകയാണ്. ഇപ്പം ഹോട്ട്സ്പോട്ട് ചെയ്ത കഥാപാത്രമായാലും ശരി, സുഡിലെ ചെയ്ത കഥാപാത്രമായാലും ശരി, വളരെ ശ്രദ്ധിക്കപ്പെട്ട ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഇപ്പം ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ലെവലിൽ പെർഫോമൻസ് നമ്മൾ കണ്ടു. എപ്പോഴും തോന്നിയിട്ടുണ്ടോ എനിക്ക് പെർഫോം ചെയ്യാനുള്ള ഇച്ചിരി സ്പേസ് കിട്ടുന്നത് അവിടെയായിട്ട് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു നമ്മൾ ചൂസ് ചെയ്യുന്ന ഓരോ കഥാപാത്രത്തിനും അതിൻ്റെതായ ഒരു റീസൺ ഉണ്ടാവും. അത് എസ്പെഷ്യലി ഞാൻ വളരെ സെലക്റ്റീവ് ആണ്. തമിഴില് തുടക്കം കുറിച്ചുകൊണ്ട് തന്നെ മലയാളത്തില് എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. ഇനിയും മലയാളം സിനിമയില് കുറെ കൂടെ സജീവമാവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇപ്പൊ റൊമാൻസ് ജോണർ ആണ് എന്റെ ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയാ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റുന്ന ഒരു ജോണറാണ്. അപ്പൊ ഒരിക്കലും അതിൽ സ്റ്റക്ക് ആവുന്നുണ്ടോ അല്ലെങ്കിൽ സ്പേസ് ഇതില് ബിബിൻ സാഹസം സിനിമ സേറ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ കുറിച്ച് അപ്രോച്ച് ചെയ്തപ്പോ തന്നെ എന്നോട് പറഞ്ഞു സ്ക്രീൻ ടൈമിനേക്കാളും ഇതില് സേറ എന്ന് പറയുന്നതാണ് ഇതിന്റെ ഒരു കോർ. ജീവൻ മെയിൽ ലീഡിന്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഈ സേറ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. അപ്പൊ എനിക്കൊന്നും ഇത്രയും ഓൺസോംബിൾ കാസ്റ്റ് ഉള്ള ഒരു സിനിമയില് എപ്പോഴും ലൈം ലൈറ്റ് എനിക്ക് മാത്രം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ആക്ടർ അല്ല ഞാൻ. പൊതുവെ ലീഡ് റോൾസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും തമിഴിലും ഞാൻ അങ്ങനെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് വളരെ നീറ്റി ആണെങ്കിൽ ഞാൻ എടുക്കാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ ക്രാഫ്റ്റിൽ കുറച്ചുകൂടെ എനിക്ക് പണിയെടുക്കണം. റംസാൻ പറഞ്ഞ പോലെ ഓക്കെ, ഒരു പ്രോമിസിങ് ആക്ടർ ആണ് ഗൗരിക്ക്, ഈ ഒരു കഥാപാത്രം ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എല്ലാ ഡയറക്ടേഴ്സിനും ഉണ്ടാവണം. അതെന്റെ ഓരോ ക്യാരക്ടേഴ്സ് പോർട്രേ ചെയ്ത് അവർക്കൊരു കോൺഫിഡൻസ് വരുത്താനാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ തോന്നാറില്ല. ഒരു സിനിമയുടെ സോൾ, ഒരു ടോട്ടാലിറ്റിയിലാണ് നമ്മൾ ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത്. അപ്പോ അങ്ങനെ സ്പേസ് കുറവോ അങ്ങനത്തെ ചിന്ത പൊതുവെ വരാറില്ല. ശബരി ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു ആസ്ഥാന പോയിന്നത്? ഈ പ്രേമത്തിന് ഷർമുക്ക ചെയ്ത കഥാപാത്രത്തിനേക്കാളും ഹൈറ്റ് ഉണ്ടല്ലോ ഈ കഥാപാത്രത്തിന്. നീ കോഴിയാണ്. ഞാൻ ആസ്ഥാന കോഴി നമ്മൾ ഒരുപാട് കോഴികളെ കണ്ടിട്ടുള്ളതാണ്. അത്യാവശ്യം ചെറിയ ആസ്ഥാനമല്ലെങ്കിലും ആ സ്ഥാനത്തുള്ള ഒരു കോഴിത്തരമൊക്കെ നമ്മൾ ആ പ്രായത്തിൽ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനിയും വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളതാണ്. അത് മനസ്സിലാക്കുക അത്ര. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, നേരത്തെ റംസാൻ പറഞ്ഞ പോലെ ഈ സിനിമ തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഞാൻ സിനിമയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഞാൻ വേറൊരു സിനിമയുടെ ലൊക്കേഷൻ നിൽക്കുമ്പോഴാണ് ഇവരൊക്കെ വിളിച്ചിട്ട് പിന്നെ ഇതിന്റെ നിങ്ങൾ സിനിമ കണ്ടവർക്ക് അറിയാം അത്ര ഈസി അല്ല. ഒന്ന് ഫോണിലൊക്കെ വിളിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു അത്ര ഈസി ആയിട്ടുള്ള ഒരു കഥയല്ല. ഇത് എടുത്ത് കാണിച്ച് ഫലിപ്പിക്കാൻ പറ്റിയൊരു കഥയാണ്. അപ്പൊ ഞാൻ ആകെപ്പാടെ ചോദിച്ചത് ബിബിന്റെ അടുത്ത് എന്റെ ക്യാരക്ടർ എന്താണ്, ഇതാണ് എന്റെ ക്യാരക്ടർ. ഓക്കെ, കൊള്ളാം, ഇത് പോയി കിട്ടിയെന്നുള്ളത്. കാരണം ഇങ്ങനെ ഒരു ക്യാരക്ടർ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും നോക്കുന്നത്
കൂടുതൽ എന്റെ ഉള്ളിലുള്ള ആക്ടറിനെ എങ്ങനെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക, അതിനുള്ള കഥാപാത്രങ്ങളെയാണ് നോക്കണം. പിന്നെ ആക്ടേഴ്സ് ആർ ബെഗേഴ്സ്, നമുക്ക് വരുന്നതിൽ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കോഴിയാവാൻ വേണ്ടി ഞാൻ കോഴിത്തരം പോയി മറ്റേ മെത്തേഡ് ആക്ടിംഗ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ എന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു കോഴി കിടപ്പുണ്ടാവും, അതിനെ കുറച്ചൊക്കെ പുറത്തേക്ക് ഇട്ടു, അല്ലാണ്ട് അതിന് വേണ്ടി ഒരു ട്രെയിനിങ് ഒന്നുമില്ല. അത് പ്രേക്ഷകരെ കണ്ടിട്ട് പറയട്ടെ, അത്രത്തോളം കോഴി നന്നായിട്ടുണ്ടോ ഇല്ലയോ, ഓവറായിട്ടുണ്ടോ ഇല്ല, എന്താണെന്നുണ്ടെങ്കിൽ അവരുടെ വിമർശനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പറയാമല്ലോ, ധൈര്യമുണ്ട്. അതിൽ നിന്ന് നമുക്ക് വിമർശനങ്ങളിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു ഭയങ്കര അടിപൊളി 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 എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ പോരായ്മകൾ എടുത്ത് കാണിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. വീഴ്ചകളിൽ നിന്നേ പഠിക്കുള്ളൂ, വിജയത്തിൽ നിന്ന് വളരെ വളരെ കുറച്ചേ പഠിക്കുള്ളൂ. അപ്പോ ഞാനിതില് എത്രത്തോളം പാഠം പഠിക്കും ഇല്ല എന്നുള്ളത് കണ്ടറിയാം. അവിടെയൊക്കെ എനിക്ക് പറയാനായിട്ട് ഉണ്ടായിരുന്നത്, നിങ്ങൾ സിനിമ കാണും, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് സിനിമയെ സ്വപ്നം കാണുന്ന ഒരു കൂട്ടം ആളുകൾ ചെയ്തൊരു സിനിമ എന്ന രീതിയിലാണ്. അല്ലാതെ ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല ഇത് ഭയങ്കര അടിപൊളി പടമാണ്, നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ ഒന്ന് കാണണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് കോൺഫിഡൻസ് വന്നത് ഇതിന്റെ പ്രിവ്യൂ കഴിഞ്ഞ് നമ്മുടെ റിലീസ് കഴിഞ്ഞപ്പോഴാണ്. കാരണം നമ്മളൊരു സിനിമ കാണാതെ എന്റെ അഭിപ്രായം പറയാനുള്ളത് ഈ സിനിമ കാണാതെ റിവ്യൂ പറയുന്നതിനനുസരിച്ചിരിക്കും. അപ്പൊ ഈ സിനിമ കണ്ട് ബോധ്യമായി, ഇത് തിയേറ്റേഴ്സിൽ വർക്കായി, ഓഡിയൻസ് എല്ലാവരും ഇത് ചിരിക്കുന്നുണ്ട്, നമ്മുടെ കൂടെ നമ്മുടെ ജേർണിയിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്, അവർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിന് ശേഷമുള്ള കോളേജ് പ്രൊമോഷൻസിലാണ് ധൈര്യത്തോടെ ഞാൻ വന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് ഈ സിനിമ ധൈര്യമായിട്ട് കാണാം, നിങ്ങളുടെ പൈസ പോകില്ല, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും, നല്ലൊരു പടമായിരിക്കും എന്നുള്ളത്. സോ ആ കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഇപ്പോഴും ഞാനും എന്റെ ക്രൂ എല്ലാവരും ഇരിക്കുന്നത്. പക്ഷെ ഓഫ്കോഴ്സ് നമുക്ക് ഇനിയും നമ്പർ ഓഫ് ടിക്കറ്റ്സ് കൂടാനുണ്ട്. കാരണം തിയേറ്റേഴ്സിലേക്ക് വരുന്ന സിനിമകൾ വളരെ വലിയ സിനിമകളാണ് ഇപ്പോഴും ഓഡിയൻസ് അറിയാറുള്ളത്. നമ്മുടെ ഒരു സിനിമ ഈ പറയുന്ന ഒരു വലിയ ലാർജ് സ്കെയിലൊരു അനൗൺസ്മെന്റോ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ട്രംപ് കാർഡ് എന്ന് പറയുന്നത് ഓണമോട് സോങ് ആയിരുന്നു, അതാണ് എല്ലാവരിലേക്ക് എത്തിയത്. സോ അതുപോലെ സിനിമയും ഓഗസ്റ്റ് 8-ാം തീയതി തിയേറ്റേഴ്സിലേക്ക് എത്തി എന്നുള്ളത് ഇപ്പോഴും ഓഡിയൻസ് അറിയാതിരിക്കുന്ന ഒരു എന്താ സിറ്റുവേഷനിലേക്ക് ഞാൻ അറിയുന്നുണ്ട്. സോ അത് ഇനിയും എത്തണം. ഇപ്പോഴും നമ്മുടെ സിനിമ നല്ല രീതിയിൽ തിയേറ്റേഴ്സിൽ വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഒരു ഞായറാഴ്ച രാവിലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനോട് വന്നതിന് താങ്ക് യു. സാഹസം ആക്ച്വലി ഒരു വിഷ്വൽ ട്രീറ്റ് ആണ്. അതാണ് എനിക്ക് പേഴ്സണലി തിയേറ്ററിൽ കണ്ടപ്പോൾ തോന്നിയത്. ജീവ പറഞ്ഞ പോലെ OTT വരും അപ്പൊ കാണാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് പലവർക്കും ഉണ്ടാവും. അത് ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ ഈ സിനിമ സ്പെസിഫിക് ആയിട്ട് തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ അതിന്റെ ഒരു ഇമ്പാക്ട് ഫീൽ ചെയ്യൂല. അതൊരു ഫാക്ട് ആണ്. ബിക്കോസ് ഞങ്ങളുടെ ടെക്നിക്കൽ സൈഡിൽ ഞങ്ങൾ അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് ക്രിയേറ്റ് ചെയ്തൊരു സിനിമയാണ് സാഹസം. ആൽബി ചേട്ടന്റെ ക്യാമറ വർക്ക്, ബിബിൻ അശോകിന്റെ മ്യൂസിക്, കിരണിന്റെ എഡിറ്റിംഗ്, ഇത് എടുത്ത് ക്രിട്ടിക്കലി എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇത്രയും പാരലലായിട്ട് കുറെ കാര്യങ്ങൾ നടക്കുന്ന ഒരു സിനിമ, കിയോട്ടിക് ആയിട്ട് ഒരു എന്റർടൈനർ ആണ് ഞങ്ങള് സാഹസത്തില് ഞങ്ങള് എന്താ പറയാ ഒരു സിനിമയായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോ തിയേറ്ററിൽ വരുന്ന എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ട്. അപ്പോ എന്താണ് ഒരു ഹെസിറ്റേഷൻ, അല്ലെങ്കിൽ ഞങ്ങള് വിചാരിച്ച റെസ്പോൺസ് ഉണ്ട്, എന്നാലും ഞങ്ങളുടെ ഒരു റീച്ച് കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഹാപ്പി ആയിരിക്കും എന്നുള്ളൊരു ഫീലാണ്. അപ്പൊ എനിക്കും എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രിവ്യൂ കണ്ടപ്പോഴും ഓഡിയൻസ് ഇത് എങ്ങനെ സ്വീകരിക്കും ഉള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഞങ്ങളുടെ തിയേറ്റർ വിസിറ്റ്സും ഇന്നലെ ഞങ്ങളുടെ കുറച്ച് സെലിബ്രിറ്റി ഫ്രണ്ട്സിന്റെ കൂടെ തീർന്ന ഷോവും, സെലിബ്രിറ്റി ഷോ എപ്പോഴും യൂഷ്വലി അങ്ങനെ ചിരിയും കൈയടിയും ഒന്നും കിട്ടാത്തൊരു ഷോ ആണ്. ബിക്കോസ് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളവര് അതിലും ക്രിട്ടിക്കൽ ആയിരിക്കുമല്ലോ. പക്ഷെ ഇന്നലെ തന്നെ ഞങ്ങൾ അവരെ ചിരിപ്പിച്ചെങ്കിൽ അത് ഞങ്ങളുടെ വിജയമായിരുന്നു. അപ്പോ ഇറ്റ് വാസ് ദ ടഫസ്റ്റ് ഓഡിയൻസ് ടു പ്ലീസ്. ഇന്നലത്തെ ഓഡിയൻസ് ആയിരുന്നു ഏറ്റവും ടഫ് ടു പ്ലീസ്. പക്ഷെ അവര് തന്നെ എൻജോയ് ചെയ്ത് നല്ല റിവ്യൂസ് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ ഓഡിയൻസിന് ഒരു പക്ക എന്റർടൈനർ ആണ്. കുട്ടികൾക്കും എല്ലാ ഏജ് ഗ്രൂപ്പിനും ഫാമിലിക്കും യങ്സ്റ്റേഴ്സിനും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ്. ഇതിന്റെ മൂഡ് സോങ് ഇറങ്ങിയപ്പോ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര റീച്ച് വന്നു. ആ പാട്ടിന് വേണ്ടി പലവരും വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുന്നവർക്കും വി ഹാവ് മോർ ടു ഓഫർ. സോ ഞങ്ങളൊരു അടിപൊളി മൂവി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. റംസാൻ ലീഡായിട്ട് വരുന്ന ആദ്യ ചിത്രമാണ്. ബിബിൻ അശോകിന്റെ ഒരു എന്റർടൈനർ എന്ന് പറഞ്ഞ ഒരു സിനിമയാണ്. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം.
ഒരു വലിയ സിനിമ അടുത്ത വീക്കെൻഡ് വരുന്നുണ്ട്. പക്ഷെ അതിനെയും മറികടന്ന് ഞങ്ങളുടെ സിനിമയെ വിജയിപ്പിക്കണം. താങ്ക് യു. ഹലോ, ഇവരെല്ലാരും പറഞ്ഞതിന്റെ കൂടെ ചേർക്കാനല്ല. ഞാൻ ആദ്യത്തെ ഷോ ഇറങ്ങിയപ്പോ ഞാനും ഹരി ഇങ്ങനെ ഒതുങ്ങി നിൽക്കുമായിരുന്നു. പക്ഷെ അവര് 10-55 വയസ്സുള്ള അപ്പൂപ്പൻ നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളെ ക്ഷയിക്കാൻ ചെന്നിട്ട് കലക്കി അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞ് നമ്മളോട് ഫോട്ടോ ഒക്കെ എടുത്തു. അത് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അത്രയ്ക്ക് കൺഫ്യൂഷൻ ഡെവലപ്പ് ചെയ്യാൻ അവസരമുള്ള ഒരു സിനിമയില് അത്രയും പ്രായമുള്ളവർക്ക് വരെ മനസ്സിലാവുന്നുണ്ട്, അവരെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ വിചാരിച്ചൊരു കോളേജ് പിള്ളേർക്ക് മാത്രമേ കണക്ട് ആകുള്ളൂ എന്ന് പ്രതീക്ഷ അടുത്ത് ഇത്രയും വൈഡ് ഓഡിയൻസിന്റെ അടുത്ത് എത്തുന്നുണ്ട്, എത്തിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോ ഇനിയും സൂപ്പർ സ്റ്റാറുകളെയും അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് പടങ്ങളെയും മാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്ന മലയാളികളെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ വിശ്വസിച്ചുകൊണ്ട് ഇത് എനിക്ക് ഇനി പ്രതീക്ഷയുണ്ട്, ഇത് ഇനി കൂടുതലടുത്തോട്ട് എത്തേണ്ട ഉണ്ടെന്ന് നമുക്ക് നല്ല വിശ്വാസമുണ്ട്. എത്തട്ടെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക. ഇല്ല, ഈ പടം ബിബിൻ ചേട്ടൻ നമുക്ക് ചില പടങ്ങൾ നമുക്ക് ഈ പടം എത്രത്തോളം ഒരു റൂമിൽ അടച്ചിരുന്ന് മൊബൈൽ സ്ക്രീനിൽ കണ്ട വർക്കാവുമെന്ന് എനിക്കറിയില്ല. ഈ പടം ബിബിൻ ചേട്ടൻ ഇറക്കിക്കുന്നത് തിയേറ്ററിൽ വർക്കാവുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ തിയേറ്ററിൽ ചിരിക്കുന്നുണ്ട്. അത് കണ്ടിട്ടാണ് പറയുന്നത്, ആൾക്കാരൊക്കെ ചിരിക്കുന്നുണ്ട്. ഒരു ക്രൗഡായിട്ട് വന്നിരുന്നുണ്ട്, പൊട്ടിച്ചിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എക്സ്ട്രാ ഓർഡിനറി പടമൊന്നും നമ്മൾ ഇതുവരെ അവകാശപ്പെടുന്നില്ല. പക്ഷെ ഞങ്ങളുടെ പടത്തിന് പോരായ്മകളുണ്ട്, വളരെ കുറച്ച് പോരായ്മകളുണ്ടെന്ന് വിശ്വസിക്കുന്നു. പോരായ്മകളെല്ലാം കമന്റ്സിലൊക്കെ വരുമ്പോൾ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യാറുണ്ട്. അത് ഇങ്ങനെ ആയിപ്പോയി, അത് ശരിയാക്കണം അടുത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അസ് എ ഹോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാനും ഭയങ്കരമായിട്ട് ചിരിക്കാനും ഒക്കെ പറ്റിയൊരു പടമാണ്. തിയേറ്ററിൽ തന്നെ എല്ലാവരും പോയി കണ്ടാൽ അത് വർക്കാവും. നിങ്ങൾക്ക് ഒരു ഫൺ മൈൻഡിൽ ചിരിച്ച് ഉല്ലസിച്ച് കാണണമെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇനി ഒരുപാട് ആൾക്കാർ തിയേറ്ററിൽ പോയി കണ്ട് അതിന്റെ അഭിപ്രായം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഒരുപാട് തിയേറ്റർ വിസിറ്റ് ചെയ്തപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി. നമ്മൾ ആദ്യം നമ്മുടെ പ്രിവ്യൂ ഷോ കണ്ടപ്പോൾ നമ്മൾ കുറെ ടെൻഷൻ അടിച്ചായിരുന്നു പ്രിവ്യൂ ഷോ കണ്ടത്, ആൾക്കാർ ഇത് എങ്ങനെ എടുക്കും എന്നുള്ളത്. വനിതയിൽ പക്ഷെ ഫസ്റ്റ് ഷോ ഒക്കെ കണ്ടതിന് ശേഷം ആൾക്കാർ ചിരിക്കുന്നത് കണ്ടപ്പോൾ എന്റെ കോമഡിക്ക് ആൾക്കാർ ചിരിക്കും എന്നുള്ള സാധനം അതിന് ശേഷം ഇപ്പം കോൺഫിഡൻസ് ആണ് പറയാം, നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണും. കാരണം നമ്മൾ ഓരോ ഓഡിയൻസിന്റെ റിയാക്ഷൻ കണ്ടതിന് ശേഷം എന്ന് പറയുന്നത് നിങ്ങൾ കാണും, കണ്ട് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. തിയേറ്ററിൽ തന്നെ പോയി കാണണം. അങ്ങനത്തെ ഒരു പടമാണ്. താങ്ക് യു. ഒരു ചെറിയൊരു കറക്ഷൻ കൂടി പറഞ്ഞോട്ടെ. UA 13+ ആണ് സെൻസർ. അപ്പൊ നേരത്തെ 16+ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. UA 13+ ആണ് സെൻസർ. പിന്നെ ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇപ്പം ഇവർ പറഞ്ഞു തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ഒരുപാട് സിനിമ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഒരുപാട് എന്താ പറയാ ഇൻഡസ്ട്രിയിലുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ആളുകളല്ല ഞങ്ങള്. പക്ഷെ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചുകൊണ്ട് അത്യാവശ്യം നിങ്ങൾ എന്റർടൈൻഡ് ആവുന്ന ഉറപ്പുള്ള ഒരു പ്രോഡക്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണോ വിചാരിച്ചത് അത് കിട്ടും എന്നും ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇനി ഇതൊരു വൈഡർ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ നിങ്ങളാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി എന്നെ നിങ്ങൾ ചോദിക്കുമെന്ന് പറയാം.